ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഒരു KFC മോഡലിലുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയിട്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. കാരണം ഞാനൊരു 2 വട്ടം പരീക്ഷിച്ച് അത് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പാൽ, ഞാൻ 2 kg ചിക്കൻ എടുത്തിരുന്നത്. ഞാൻ 2 ഗ്ലാസ് പാലിൽ 2 സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ഞാനത് ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഒരു ബൗളിലേക്ക് പാർന്നിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 2 സ്പൂണ് മുളകും പൊടി ഇട്ട്, നിങ്ങൾക്ക് എരിവ് എങ്ങനെ വേണ്ടത് അങ്ങനെ അതിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ 1/2 സ്പൂണ് പെപ്പർ പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും സോൾട്ട്, വിനീഗർ, അതിനൊപ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ ഈ 4 സാധനം ഇട്ട വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സ്കിപ്പായി പോയത്. അപ്പോൾ നിങ്ങളത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടുക. ചിക്കൻ്റെ പീസൊക്കെ അതിലിട്ടതിന് ശേഷം നല്ലോണം മസാലയൊക്കെ പൊടിപ്പിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക. നല്ല മസാലയൊക്കെ പൊടിക്കും. അപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആ ചിക്കനൊക്കെ മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ആ മസാലയ്ക്ക് തന്നെ ഒരു 2 ബൗള് മൈദപ്പൊടി ഇടുക. അതിന് ശേഷം 2-3 സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഇനി കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഒരു സ്പൂണ് മുളകും പൊടിയും 1 സ്പൂണ് പെപ്പർ പൊടിയും, അതിന് ശേഷം കുറച്ച് ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അവിടെ ഒരുപാട് വെള്ളം ആക്കണ്ട, കുറച്ചൊക്കെ കട്ടിയിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കലക്കിയിട്ട് റെഡിയാക്കി വെക്കുക. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കന് എല്ലാം കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണല്ലേ, എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ കഴിക്കണതിനും കാട്ടി നല്ലത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. നമ്മൾ ഒരു പീസ് ചിക്കൻ മേടിക്കണമെങ്കിൽ നമ്മൾ 90 റുപ്പീസൊക്കെ കൊടുക്കണമല്ലോ. അതന്നെ ആ എമൗണ്ട് നമുക്ക് വീട്ടിൽ മേടിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1 kg ചിക്കൻ തന്നെ കിട്ടും. 200 റുപ്യക്കൊക്കെ 1 kg ചിക്കൻ കിട്ടും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് വേണ്ട അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് അതേ ടേസ്റ്റ് തന്നെ വരും. അതിൻ്റെ കൂടെ പെരി എന്നിട്ട് പാക്കറ്റ് കിട്ടും. അതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മളെങ്ങനെ മേടിക്കും അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് നല്ല ഒന്ന് കലക്കി വെക്കുക. മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് മാറ്റി വെക്കുക. ഇനി അടുത്തത് ഒരു ബൗൾ എടുത്തിട്ട്, അപ്പോൾ നിങ്ങൾ വൈകുന്നേരമൊക്കെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ചിക്കൻ കൊടുന്ന് അങ്ങനെ മസാല ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിനി വേറെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ബൗള് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കോൺഫ്ലവർ ആഡാക്കിയിട്ടുണ്ട്. 2-3 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താലും മതി. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, പിന്നെ 1 സ്പൂണ് മുളകും പൊടി ആഡാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുരുമുളകും പൊടിയും കൂടി ഇടണം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ വേറെ ആക്കി വെക്കുമ്പോൾ നമ്മൾ ആ ചിക്കന് പുറത്തെടുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് പുറത്തെടുത്തതിൻ്റെ ശേഷം നമ്മളിതൊക്കെ റെഡിയാക്കാൻ പാടുള്ളൂ. അപ്പോൾ വീട്ടിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ ചിക്കൻ മേടിക്കുമ്പോൾ ഇങ്ങനെ ബ്രോസ്റ്റഡിൻ്റെ പീസ് പറഞ്ഞ് കട്ടാക്കിച്ചാൽ മതി. അപ്പോൾ സ്കിന്നോട് കൂടെയുള്ള ചിക്കൻ തന്നെ മേടിക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി സ്കിന്ന് വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടൽ അങ്ങനെ സ്കിന്നുള്ള ചിക്കനിൽ ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ ഇതാ ഞങ്ങൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഓരോരോ ചിക്കൻ പീസ് എടുത്തിട്ട് നമ്മളെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് മുക്കുക. നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കണേ. എന്നിട്ട് നല്ല കവറാക്കി എടുത്തതിന് ശേഷം ഇപ്പുറത്ത് ആ പൊടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ആ പൊടിയൊക്കെ ആ ചിക്കനിലേക്ക് പൊടിപ്പിക്കുക. നല്ലോണം പൊടിപ്പിക്കണേ, ഫുള്ള് കവറാകുന്ന അങ്ങനെ, എന്നാലേ ആ മേലെയുള്ള ക്രിസ്പിനെസ് കിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കുക. കൂടുതൽ പൊടിയൊക്കെ അതിൽ ഉണ്ടെങ്കിൽ എക്സ്ട്രാ പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പോയി കിട്ടും. എന്നിട്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ തീ ഒന്ന് കൂട്ടി വെക്കണം. അത് ഇട്ടതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. കാരണം എന്താ വെച്ചാൽ പച്ച ചിക്കനാണ്, അതുകൊണ്ട് നല്ലോണം വേവിക്കണം നല്ലോണം. അപ്പോൾ സിമ്മിലിട്ടിട്ട് നല്ലോണം വേവിക്കുക. ഇത് വേകാൻ കുറച്ച് ടൈം എടുക്കും. പെട്ടെന്ന് കോരി എടുക്കരുത്, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. പിന്നെ മേലെ ജാസ്തി തീ കൂട്ടി വെച്ചാൽ മേലെ വേഗം കരിയും ചെയ്യും. അതിന് നല്ല സിമ്മിലോ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. എന്നിട്ട് നല്ല ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള അതേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല ബ്രോസ്റ്റഡ് ചിക്കന് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്നൊക്കെ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കണം കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കലാണ് നല്ലതല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതാ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ക്രിസ്പിനെസ്സിൽ കിട്ടും നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ